ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 18-ാം അധ്യായം 1 മുതലുള്ള വചനഭാഗങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈശോ സ്വർഗരാജ്യം അവകാശപ്പെടുത്തുന്നവരുടെ പ്രത്യേകതകൾ പറയുകയാണ്. കൂട്ടത്തിൽ നിന്ന് ഒരു ശിശുവിനെ തൻ്റെ അടുക്കലേക്ക് വിളിച്ച് നിർത്തിക്കൊണ്ട് അവിടുന്ന് പറയുന്നു, ഇതുപോലെ നിഷ്കളങ്കരായിട്ടുള്ളവരാണ് സ്വർഗരാജ്യം കരഗതമാക്കുന്നതെന്ന്. നമ്മളുടെ ഈ ഭൗതിക ജീവിതത്തിൽ എത്രത്തോളം നമുക്ക് എളിമപ്പെടുവാൻ സാധിക്കുന്നുവോ ആ എളിമയിലേക്കാണ്, ഹൃദയ നൈർമല്യത്തിലേക്കാണ് ദൈവം ഇറങ്ങി വരുന്നത്. നമ്മൾ ആലപിച്ച് കേട്ടിട്ടുള്ള, നമ്മുടെ ഹൃദയങ്ങളിൽ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഗാനമില്ലേ, ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടുമെന്നെ മാറോടു ചേർക്കുന്ന സ്നേഹം. അപ്പോൾ ദൈവത്തോട് ഒന്നായി തീരണമെങ്കിൽ എളിമപ്രകൃതി ആവശ്യമാണെന്ന് ഈശോ പറയുന്നു. അതേപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളെ ദ്രോഹിക്കാനായിട്ട്, ആക്രമിക്കാനായിട്ട് ആരും മുതിരരുത്. കാരണം അവരുടെ കാവൽ മാലാഖമാരെപ്പോഴും ദൈവത്തിൻ്റെ മുഖം ദർശിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് എന്ന്. അപ്പോൾ നമ്മൾക്ക് കുഞ്ഞുങ്ങളുടെ ഭാവം സ്വീകരിക്കുക. നമ്മൾ എത്രത്തോളം വളർന്നാലും സമ്പത്തും സ്ഥാനമാനങ്ങളും അല്ലെങ്കിൽ മേൽക്കോയ്മയുമാണ് നമ്മളെ ഭരിക്കുക. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ദൈവിക പ്രകൃതിയിലേക്ക് കടന്നു വരാൻ നമുക്ക് ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് ആ ശാലീനത, എളിമ പ്രകൃതി, കുഞ്ഞുങ്ങളുടെ ഭാവം, പ്രത്യേകത സ്വീകരിച്ചുകൊണ്ട് ദൈവരാജ്യ പ്രതീക്ഷയോടുകൂടെ ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ തക്കവണ്ണം നമ്മളെ ധൈര്യമുള്ളവരാക്കി മാറ്റാം. ഇന്ന് കാണുന്ന പ്രതിഭാസങ്ങളെല്ലാം തന്നെയും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു ഭയത്തിൻ്റെ അവസ്ഥയാണ്. എൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരാതിരിക്കാൻ, മറ്റൊരാൾ എന്നിലേക്ക് കടന്നു വരാതിരിക്കാൻ ഞാൻ ഭയപ്പെട്ടൊളിക്കുന്നു, അതിനെ ഞാൻ പ്രതികരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ശാലീന പ്രകൃതിയിൽ ദൈവരാജ്യം കരഗതമാക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ.